കല്യാണത്തിന് മുമ്പ് വന്നേക്കാം. 1 മാസത്തിനകം പ്രതീക്ഷിക്കാമോ? അതൊക്കെ ബ്രോക്കറിന്റെ മിടുക്കുമല്ലിരിക്കും. അപ്പൊ കാര്യം നടക്കണമെങ്കിൽ ഞാൻ ഇനിയും ചുറ്റി കറങ്ങണം. ചുമ്മാ ഇരി രാജമ്മേ, ഞങ്ങൾ ഇതിലേ പോട്ടെ. ഓക്കെ, കാര്യം. കല്യാണത്തിന് മുൻപുള്ള റൊമാൻസ് എനിക്കിഷ്ടമല്ല. കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡുമായി റൊമാൻസിൽ ഏർപ്പെടുക, ഇതാണ് എന്റെ പോളിസി. ഇത് പറഞ്ഞത് ഞാനല്ലേ? മുൻകൂട്ടി തീരുമാനിക്കുന്നത് പോലെ ജീവിതത്തെ നിയന്ത്രിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ ഭാവനെ? ഞാൻ അന്ന് പറഞ്ഞത് പിൻവലിച്ചിരിക്കുന്നു. ആ കൊള്ളാം, ഒരു നല്ല രാഷ്ട്രീയ നേതാവാകാനുള്ള എല്ലാ യോഗ്യതയും നിനക്കുണ്ട്. ഒന്ന് നിന്നോട് ഞാൻ ഒരു 100 വട്ടം പറഞ്ഞിട്ടില്ലേ കഥവിന് മുട്ടാതെ അകത്തേക്ക് വരരുതെന്ന്? മുട്ടണമെന്ന് ഓർത്തതാ, പക്ഷെ ഇതേന്ന് പിടിവിടാൻ പറ്റുമോ മുതലാളി? പിന്നെ മ്യൂസിക്കിൽ നിന്നല്ലോ. 12 മണിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് മണി 2 ആയല്ലോടാ. അയ്യോ, കോഴികൾ പൂട പറിച്ചു തരാൻ നിന്ന് തരണ്ടേ? അതുങ്ങൾ പറിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇക്കിളി കൊണ്ടങ്ങ് ഓടുവാ. ആ, അതവിടെ വെച്ചിട്ട് പൊക്കോ. വേറെ വല്ലതും വേണോ? ഹാംലെറ്റ്, ബുൾസൈ? ഇനി വിളിച്ചിട്ട് വന്നാ മതി. ഇത് നിങ്ങൾക്ക് തരാൻ വേണ്ടി വരച്ചാണ്. നിൽക്കൂ. വില എന്താണെന്ന് പറഞ്ഞില്ല. വിൽക്കാൻ വേണ്ടി വരച്ചല്ല, വെറുതെ ഞാനൊന്നും സ്വീകരിക്കാറില്ല. 10,000 രൂപ. 1 രൂപ. ഞാൻ പാസ്സായച്ചാ. അയ്യോ, എടോ പാസ്സാ പറ്റിച്ചെടുത്തോടി മോളെ. ശങ്കുപിള്ളയുടെ മോളങ്ങ് ബ്രോയിലർ ചിക്കൻ പോലെ തടിച്ചു വീർപ്പല്ലോ. ആ മതി മതി, കണ്ണു വെക്കണ്ട. അയ്യോ മോളെ വീട്ടിലോട്ട് വെക്കോ. ഒക്കെ മോളെ. പപ്പ, ഇതാരാടാ? ശങ്കുപിള്ളയുടെ മോളാ. ആഹാ, എന്താ പേര്? രാജമ്മ. അവള് 6th പാസ്സായി. എന്താ അടുത്ത പരിപാടി? എവിടെങ്കിലും ഒരു ജോലിക്ക് വിടണം. ആ ബൽറാമിന്റെ കമ്പനിയിൽ ഏതോ ഒഴിവുണ്ടെന്ന് കേട്ടു. ഞാനൊന്ന് ഫോൺ ചെയ്ത് നോക്കട്ടെ. ആദ്യമായിട്ട് ഇവിടെ വന്നതല്ലേ, ഊണ് കഴിച്ചിട്ട് പോയാൽ മതി. പപ്പ. ഓക്കേ. തറയില്ലു കൊച്ചേ, കറികളൊന്നും ശരിയായിട്ടില്ല. ഇവിടുന്ന് തന്നെ ഊണ് കഴിക്കണോ? ഇവിടുന്ന് തന്നെ കഴിക്കണം. വേണ്ട അച്ഛാ, ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം. മുതലാളി വല്ലതും വിചാരിക്കുന്നു. കറിയില്ലേലും കഴിക്കാം. മോളിങ്ങി വാ, ഇവനൊക്കെ അസൂയ. ഇന്നാളത്തെ പോലെ അവിടെ നിന്ന് ഛർദ്ദിച്ച് വൃത്തിയേടാക്കരുത്. വേണ്ട മുതലാളി, കരലിന് തീരെ സുഖമില്ല. പകുതി ആ ശംഖുവിനും കൊടുത്തേക്ക്. കരലിന് ആ പൊയ്ക്കോ. ആയിരത്തിൽ ഒരുത്തി അമ്മ നീ ഉലകമറിന്തിടാതെ പറബയമ്മ നീ. ആയിരത്തിൽ ഒരുത്തി അമ്മ നീ. ആ സർട്ടിഫിക്കറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടോ? 2 ആഴ്ച കഴിഞ്ഞ് കിട്ടും. ബൽറാം ഫോണിലുണ്ട്. ആ പെർട്ടിക്കുലേഴ്സ് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക. ഈ ശ്രവണശക്തി ഇല്ലെങ്കിൽ എങ്ങനെയാ ജോലിക്ക് പോകുന്നത്? വരൂ. കല്യാണത്തിന് ഇതുപോലൊരു സാരി ഞാൻ ഉടുപ്പിക്കും. പിന്നെ ഒരു താലി കെട്ടും. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. പിന്നെ പിന്നെ പിന്നെ
കാണാൻ മാത്രമല്ലേ പോയുള്ളൂ. ഞാൻ ശശിയേട്ടനരികിൽ ജീവനോടെ ഉണ്ടല്ലോ. എത്ര ചിത്രം വേണേലും വരച്ചോളൂ. മതിയാവുന്നവരെ ഞാൻ ഇരുന്നു തരാം. എന്നെന്നും എന്നരികിൽ ഭാവന ഉണ്ടെങ്കിൽ പിന്നെന്തിനു ഞാൻ ചിത്രം വരച്ച് കാണണം? എനിക്ക് ഭാവനയുടെ അച്ഛനെ ഒന്ന് കാണണം. അയ്യോ, നാളെ രാവിലെ ഞാൻ വീട്ടിലേക്ക് വരും. അയ്യോ വേണ്ട. ഉം. അച്ഛൻ എന്ത് വിചാരിക്കും? മകളുടെ കാര്യത്തിൽ താലി ചാർത്തുന്ന ഓർത്ത് സന്തോഷിക്കും. എന്നാലും എന്തെങ്കിലും ഒരു ദിവസം പറയണമല്ലോ. എന്റെ സ്വപ്നസുന്ദരി, നീ ജീവനോടിരിക്കേ. മര്യാദയ്ക്ക് വഴി മാറി നിൽക്കൂ. ആഹാ, ആ ശബ്ദത്തിന് പോലും എന്ത് മാധുര്യം. നിനക്കെന്താണ് വേണ്ടത്? ഞാൻ തരാൻ തയ്യാറാണ്. വരൂ, ബംഗ്ലാവിലേക്ക് പോ. ഇയാൾ എന്നെ. ഓഹോ, അപ്പൊ ഇങ്ങനെ ഒരു കളിയുണ്ടല്ലേ? ഓക്കെ, ധൈര്യമുണ്ടെ പിടിച്ചോണ്ട് പോടാ. ഭാവന പൊയ്ക്കുള്ളൂ. ശിക്കാരി എവിടോ? തുടങ്ങിപ്പോയി. ഛേ, താൻ ജീപ്പ് തിരിച്ചിട്ട്. ഹലോ ബൽറാം, അളയാൻ നല്ലൊരു കുരുവി വന്ന് പെട്ടിട്ടുണ്ട്. പക്ഷെ ഒരടങ്ങേറ്, ആ നദിക്കരയിൽ ഒരു ചിത്രകാരനുണ്ട്. അവന്റെ കാമുകിയ